5 പൈസ ചിലവില്ലാതെ ഈ വേസ്റ്റ് പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് നമുക്കൊന്നൊരു കിടിലൻ ഐറ്റം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള പ്ലാസ്റ്റിക് കവറിൻ്റെ അടിവശവും മുകൾ വശവും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന പൂക്കളാണ് നമ്മൾ ഇത് വെച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ സൈഡ് വശവും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നീട് നമ്മളത് ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന ഫ്ലവർ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നൂലെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നിവർത്തി വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഇതുപോലൊരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ ആയിട്ട് നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു ഭാഗം നൂല് വെച്ച് കെട്ടിക്കൊടുക്കണം. പ്ലാസ്റ്റിക് കവറുകൾ കിട്ടുന്നവരൊക്കെ നമ്മുടെ ഇന്നത്തെ ഒരു ക്രാഫ്റ്റ് ഐഡിയ ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ നമ്മളത് നൂല് വെച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വിടർത്തി നോക്കാം. വളരെ എളുപ്പത്തിൽ നമ്മളിപ്പോൾ ഒരു ഫ്ലവർ ചെയ്തെടുത്തു. ഇനി നമുക്ക് ലൈറ്റർ വെച്ച് ഇതിലൂടെ ഒന്ന് ഉരുക്കി കൊടുക്കാം. പ്ലാസ്റ്റിക് കവറുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പൂക്കൾ മാത്രമല്ല, പലതരത്തിലുള്ള ക്രാഫ്റ്റ് വർക്കുകൾ നമ്മൾ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ഇതുപോലെയുള്ള 6 പൂക്കളാണ് വേണ്ടത്. അതെല്ലാം നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. പൂക്കളെല്ലാം കട്ട് ചെയ്തെടുത്തതിൻ്റെ ബാക്കി വന്നിട്ടുള്ള വേസ്റ്റ് പീസുകൾ വെച്ചാണ് നമ്മൾ പൂമൊട്ടുകൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പീസ് അതിൽ നിന്നും കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഇതുപോലെയാണ് നമുക്കത് മടക്കിയെടുക്കേണ്ടത്. ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ താഴെ നമുക്ക് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ വേസ്റ്റ് പീസുകൾ വെച്ച് ഇതുപോലെയുള്ള 7 പൂമൊട്ടുകൾ ചെയ്തെടുക്കണം. അതെല്ലാം നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളിവിടെ ഒരു ന്യൂസ് പേപ്പറിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്, ഒരു ഈർക്കിളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈർക്കിളി ന്യൂസ് പേപ്പറിൻ്റെ പീസിൽ വെച്ച് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കളും പൂമൊട്ടുകളും എല്ലാം നമുക്ക് ഇതിലേക്കാണ് ഇനി വെച്ച് കൊടുക്കേണ്ടത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നമ്മളത് റോൾ ചെയ്തെടുത്തു. പിന്നീട് നമ്മളിവിടെ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് വീതി കുറഞ്ഞ പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. വീതി കുറഞ്ഞ പീസുകൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും നമ്മളത് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇതിലേക്ക് നമുക്ക് ആദ്യം പൂമൊട്ടുകളാണ് വെച്ച് കെട്ടിക്കൊടുക്കേണ്ടത്. ആദ്യം നമ്മൾ ഒരു പൂമൊട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. അത് നൂല് വെച്ച് കെട്ടിക്കൊടുത്തതിന് ശേഷം ആ നൂല് കാണാതിരിക്കാൻ വേണ്ടി നമുക്കവിടെ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിൻ്റെ പീസൊന്ന് ചുറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ പീസിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതുപോലെ അതിലേക്കൊന്ന് ചുറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പൂമൊട്ടിൻ്റെ താഴെ 2 പൂമൊട്ടുകളാണ് വെച്ച് കെട്ടിക്കൊടുക്കേണ്ടത്. അതും നൂല് വെച്ച് കെട്ടിക്കൊടുത്തതിന് ശേഷം ആ നൂല് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിൻ്റെ പീസൊന്ന് ചുറ്റി കൊടുക്കണം. ഇതുപോലെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പൂമൊട്ടുകളും നമുക്കതിലേക്ക് വെച്ച് കെട്ടിക്കൊടുക്കണം. അപ്പോൾ നമുക്ക് വെറുതെ കിട്ടുന്ന പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് അടിപൊളി പൂക്കൾ ചെയ്തെടുക്കാം. അപ്പോൾ പ്ലാസ്റ്റിക് കവർ കിട്ടുന്നവരൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം നമ്മൾ എല്ലാ പൂമൊട്ടുകളും ഇതുപോലെ അതിലേക്ക് വെച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കൾ നമുക്ക് പൂമൊട്ടുകളുടെ താഴെയായിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ പൂക്കൾ നോക്കി വേണം ആദ്യം വെച്ച് കൊടുക്കാൻ. അപ്പോൾ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. പാഴ്വസ്തുക്കൾ വെച്ച് ചെയ്തെടുക്കാവുന്ന ഇതുപോലത്തെ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ നമ്മുടെ കൂടെ കൂടാൻ മറന്നു പോകരുതേ. ഇപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പൂക്കളും അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇലകൾ വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്കത് ഇതുപോലെ ഒന്ന് ചുരുക്കിയെടുക്കണം. ഇതുപോലെ നമ്മളത് ചുരുക്കിയെടുത്തതിന് ശേഷം നമുക്കത് കുറച്ച് ചെരിച്ചാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്കത് ഇവിടെ ആയിട്ട് ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് വീണ്ടും ഒന്ന് നിവർത്തി കൊടുത്തതിന് ശേഷം ചുരുക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കണം. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത പീസും ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ഇതുപോലെ 2 ഇലകൾ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ താഴെയായിട്ട് 2 ഇലകളും വെച്ച് കെട്ടിക്കൊടുക്കണം. ഇലകൾ അതിലേക്ക് വെച്ച് കെട്ടിക്കൊടുത്തതിന് ശേഷം തണ്ടിൽ മുഴുവനായിട്ടും നമുക്ക് ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിൻ്റെ പീസ് ചുറ്റിയെടുക്കണം. ഇനി നമുക്ക് ഓരോ ഫ്ലവറിൻ്റെയും നടുക്കായിട്ട് വേണമെങ്കിൽ വൂളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തതൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിവിടെ അതൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വൂളൻ ത്രെഡ് കട്ട് ചെയ്തതൊക്കെ ഒട്ടിച്ചെടുക്കണമെങ്കിൽ ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ വേറെ പൂക്കളും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പല കളർ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ഇതുപോലെ കുറേ പൂക്കൾ ചെയ്തെടുക്കുകയാണെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നല്ല ഭംഗിയുള്ള കളറുള്ള പ്ലാസ്റ്റിക് കവറുകളൊന്നും കിട്ടുമ്പോൾ ആരും ഇനി വെറുതെ കളയരുതേ. നമുക്ക് കാശൊന്നും മുടക്കാതെ ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കി വെക്കാം. എങ്ങനെയുണ്ട് നമ്മൾ ഇന്ന് പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള പൂക്കൾ കാണാനായിട്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. നമ്മൾ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള മറ്റ് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. വീണ്ടും പറയുകയാണ്, ഇതുപോലത്തെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ നമ്മുടെ കൂടെ കൂടാൻ മറന്നു പോകരുതേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.